ഗൈസ് ഇതാണ് നമ്മള് ഷോപ്പ്. ഇപ്പൊ ഞമ്മ എന്തോ ആക്കിട്ടേ ഷോപ്പില്. അപ്പൊ ഈ ഷോപ്പിൽ കൂടുതൽ സാധനം വെത്താൻ ഞാൻ പോകുന്നത് മാർക്കിച്ച ഷോപ്പ് ഒന്ന് തുറന്നിട്ടേക്കും. അത് നമുക്ക് ആദ്യം ഷോപ്പ് ഫുള്ളും തുറന്നിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നല്ല സാധനം കൊണ്ടുവരാം. അത് നമുക്ക് ഇത് നോക്കാം. ഇത് നമ്മളെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ടായത് ഇവിടെ ഇതെന്തോ സാധനം എന്തോ കൊണ്ടുവന്നിട്ടാകുമ്പോ ഇവിടെ വെക്കും. എന്നിട്ട് നമ്മൾ അത് ബില്ലടിച്ചിട്ട് കൊടുത്താൽ മതി. നോ എൻട്രി ഓതറൈസ്ഡ് പേഴ്സൺ ഓൺലി. അപ്പൊ നമുക്ക് ഇതിൽ കയറാൻ പറ്റും. അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് പോവാം. അത് നമുക്ക് നമ്മളതിൽ ഇപ്പൊ $700 ഉണ്ട് കൈ. $700. അപ്പൊ നമുക്ക് ഇതില് 2 ഷെൽഫ് മേങ്ങാം, പിന്നെ ഒരു ഇത് മേങ്ങാം. അപ്പോ പിന്നെ നമുക്ക് ആവശ്യത്തിന്റെ സാധനം വേങ്ങാം. ഫ്ലോറും ഷുഗർ പഞ്ചസാരയും ഡ്രാഗൺ ഷുഗർ എന്താ. അപ്പൊ ഗൈസ് ഓരോട്ടോ നമുക്ക് 5 സാധനം വാങ്ങാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ 420 പർച്ചേസ് ആക്കി. നമ്മളന്ന് 420 പോയി. അപ്പൊ നമുക്ക് പർച്ചേസ് ആക്കാം. നമുക്ക് ആദ്യം ഇത് ഫിറ്റാക്കാം. ഇതിന്റെ എന്തോ പേര് വെൻഡി മെഷീൻ. ഞമ്മ സാധനം വെച്ചിട്ടായി. ഇനി നമുക്ക് നമ്മളെ പീടിയ ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മ ഈ തുടങ്ങിയോണ്ട് ഇത്ര ചെറിയ സാധനം അതിന് കുറച്ച് കഴിയുമ്പോ വലുതാക്കും. കൊറേ കസ്റ്റമർ പോയിനി ഇതവിടെ പോകുന്നുണ്ട്. കിച്ച ബാക്കോട്ട് വരുന്ന ഇതാണ് നമുക്കൊന്നും പണിയില്ല. നമ്മൾ സാധാരണ കൂടുപീടി പോലെയല്ല. ഞാൻ ഓർ വേണ്ടത് ഓറെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മ അത് ബില്ലടിച്ചിട്ട് കൊടുക്കാം. അത്ര തന്നെ പണി. ഇതെല്ലാം ഒന്ന് ടോട്ടലാക്കാം. ഇയാളെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നാവോ ഇത് അടിച്ചു കൊടുക്കാം. 50.4 50.4 50. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മ ഇതില് അടിച്ചു കൊടുത്തെങ്കിൽ അവർക്ക് സാധനം കൊടുത്താൽ മതി. ഓരെടുത്തിട്ട് പോവും. ഇയാളെ 38.42. അപ്പൊ ഇയാള് പൈസ കാണിക്കുന്നത്. അപ്പൊ അങ്ങനല്ലേ. അപ്പൊ ഓരോരാള് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കാണിക്കും, ഒരാള് നമുക്ക് പൈസ കാണിക്കും. നമുക്ക് അത് മെയിനിട്ട് ബില്ലടിച്ചിട്ട് കൊടുക്കാം. പൈസ വാങ്ങാം. ഇയാള് 50 ഉറുപ്പ കാട്ടുന്നു നമുക്ക്. 38 ഉറുപ്പ ആയത്. അപ്പൊ ഇയാൾക്ക് ചേഞ്ച് കൊടുക്കണം. 38.42. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് തുറന്നെങ്കിൽ ഇനി 11.58 ഉറുപ്പ അയാൾക്ക് കൊടുക്കണം. അപ്പൊ 11 അങ്ങനെ ഇയാളുടെ നമുക്ക് ഞമ്മ കളി പഠിച്ച് എങ്ങനെ. അപ്പൊ ഇയാൾ പൈസ കിട്ടുന്നു. ഇയാളെന്ന് മോനെ ഞാന് എന്ത് പണി ഇത്. ഈ ബില്ലടിച്ചിട്ടേ ഞങ്ങക്ക് ബാനായി പോയി. എത്ര ആള് മോനെ. സാധനം ആവശ്യത്തിന് തീരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഇതില് എംപ്ലോയിനെയും മേങ്ങ നമുക്ക് ക്യാഷ് രജിസ്റ്റർ. ഇപ്പൊ ക്യാഷ് രജിസ്റ്റർ പറയുന്നത് നമുക്ക് ഞമ്മ ഇരിക്കേണ്ട ആടെ ഓർ ഇതാക്കി കൊടുക്കും. അപ്പൊ അയാൾക്ക് 214 ഉറുപ്പയുണ്ട്. അപ്പൊ ഒരു എംപ്ലോയിനെ മേങ്ങണമെങ്കിൽ ഇനി ലെവൽ 2 ആണ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഇത് വേണം കസ്റ്റമൈസും ആക്കാം. നമ്മളെ ഷോപ്പാണ് നമുക്ക് ഇങ്ങനെ വേണം കസ്റ്റമൈസ് ആക്കാം. ഇതിൽ കൊടുത്ത് 2000 ഉറുപ്പ ഉണ്ട്. നമ്മളെ ഷോപ്പ് ഇതിനും കുറച്ച് വലുതാക്കാം.
അപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയത്ര ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഷോപ്പ് വലുതാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം ഇരുന്ന് തീർന്ന്. അപ്പോൾ ഇതിന് കുറേ ആൾ സാധനം മീനുണ്ട്, അത് ബില്ലടിക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ബില്ലടിച്ചിട്ടെല്ലാം കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എൻ്റെ ഡേക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ കഴിഞ്ഞ് കസ്റ്റമർ സെർവ്ഡ് 12 ആണ്. അപ്പോൾ 12 കസ്റ്റമർ നമ്മൾ ഇന്നത്തെ ദിവസം വന്ന് 271 പ്രോഫിറ്റ്. സാരല്ല, ഈ തുടങ്ങുമ്പോൾ നമ്മൾ വലിയൊന്നും പ്രതീക്ഷിച്ചിടാം. ബിസിനസ്സിൽ നമുക്ക് നഷ്ടം ഉണ്ടാവും, അത് നമ്മൾ സഹിക്കണം. അതാ പിന്നെ ഇന്നത്തെ പണിയിലൊക്കെ കഴിഞ്ഞിട്ട് ആകെ കുഴപ്പമായി. ഇന്ന് ഞാൻ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടാവില്ല. ചോദിച്ച ഈ ഗെയിമിൽ 1000 കാട്ടി പണിയായി. അപ്പോൾ ലൈക്ക് ഇടുന്നാൾ ലൈക്ക് ഇട്ടോ, സബ് ഇടുന്നാൾ സബ് ഇട്ടോ, പിന്നെ കമന്റ് ഇടാൻ മറക്കണ്ട, കമന്റ് ഇട്ടോ. അപ്പോൾ ഓക്കെ ബൈ.